എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് മൈൻഡ് മാസ്റ്ററി ക്ലാസ്സസ് കൊടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. മൈൻഡ് മാസ്റ്ററി നിങ്ങൾക്കറിയാലോ, മാസ്റ്ററിങ് ആർ മൈൻഡ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ തോട്ട്സിന് നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ട്, നമ്മളുടെ വേർഡ്സിന് നമ്മളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അത് ഭയങ്കര യാഥാർത്ഥ്യമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കൗൺസിലിംഗ് കേസസ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആക്കം വല്ലാതെ കൂട്ടുകയും അത് പരമമായിട്ടുള്ള സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കേസാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അത് നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കേസ് പറയുന്നത്. ഒരു +2 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ഇപ്പോൾ അവൾ ഒരു ക്യാൻസർ സർജറിക്ക് ശേഷം അതിൻ്റെ തെറപ്പിക്കും ഒക്കെ ശേഷം വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ആ കുട്ടിക്ക് ഇനി എനിക്ക് വീണ്ടും ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ള ചിന്തയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത ആൻസൈറ്റിയായി മാറുന്നു എന്ന് കണ്ടപ്പോൾ കൗൺസിലിങ്ങിനായി വന്നതാണ്, തെറപ്പിക്കായി വന്നതാണ്. അവിടെ ഞാൻ ആ കുട്ടിയെ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ഏതാണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ ഈ കുട്ടിക്ക് തനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ള അതികഠിനമായിട്ടുള്ള ചിന്ത അവളിലുണ്ടായിരുന്നു. അത് ചെറിയ ചിന്തയൊന്നുമല്ല. നമ്മൾക്കറിയാം, ഒരു ദിവസം നമുക്ക് 60,000 തൊട്ട് 80,000 വരെ വരുന്ന ചിന്തകളുണ്ട്. ആ ചിന്തകൾക്ക് ഒരു തോട്ട് പ്രോസസ്സുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചിന്തകൾ. ചിന്തയല്ലേ, അത് വന്നു പോകുന്നൊരു കാര്യമല്ലേ, അതിനിത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് പോകുന്നൊരു കാര്യമാണ്. ചിലരാണെങ്കിൽ ഇതിന് ഓവർ ഇമ്പോർട്ടൻസും കൊടുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോസിറ്റീവായിട്ട് വരുന്ന നമുക്ക് ലൈഫിലുണ്ടാകുന്ന നല്ല മൊമെൻറ്റ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും നെഗറ്റീവായിട്ട് വരുന്ന ചിന്തകൾക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൗൺസിലിങ്ങിനായി വരുന്ന ഒരുപാട് പേരെ എടുത്തു നോക്കിയാലും നെഗറ്റീവായിട്ട് വരുന്ന ചിന്തകളെ അവർ വിടാതെ കൂടെ കൊണ്ട് നടക്കുകയും അതിനെ വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് അനലൈസ് ചെയ്യുകയും അത് ഭയങ്കര റിയാലിറ്റി ആയിട്ട് അവർ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെയായിരുന്നു നമ്മുടെ ഈ കുട്ടിയും. 10th ഓൺവേർഡ്സ് അവൾക്ക് ചിന്ത വരികയാണ്, എനിക്ക് ക്യാൻസർ ഉണ്ടാകും. അതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡ് കാലഘട്ടം മുതൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, കോവിഡ് കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടിയത്. കാരണം നമ്മളുടെ സോഷ്യൽ കണക്ഷൻസൊക്കെ ഒരു കംപ്ലീറ്റ്ലി കട്ടായ ഒരവസ്ഥയിൽ മനുഷ്യൻ അവനിലേക്ക് തന്നെ നോക്കാനും അവൻ്റെ ചിന്തകളിലേക്കൊക്കെ നോക്കാനും പറ്റിയൊരു സമയമായിരുന്നു. പക്ഷേ അത് പലരെയും വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. നമ്മുടെ ഈ കുട്ടിയും അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. കാരണം ആ കാലഘട്ടം തൊട്ട് അവൾ ഈ തരത്തിലുള്ള അവളുടെ ആൻഷ്യസ് തോട്ടുകൾ, പ്രത്യേകിച്ച് ഇൽനെസ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആൻഷ്യസ് തോട്ടുകൾ ഭയങ്കര സ്ട്രോങ് ആകുകയും അവൾ കൂടുതൽ സമയം ചെലവഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ ചെയ്യാനും അത് വായിക്കാനും അതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കാനും, മാത്രമല്ല ആ സിംറ്റംസ് തനിക്കുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനുമാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത്. ഇത് പലരും ചെയ്യുന്ന കാര്യമായിരിക്കും. ഒരിക്കലും ഒരു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, വൈഫിന് ഇൽനെസ് ആൻസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത്, അത് മാഡം അവളോട് പറഞ്ഞാൽ മതി, ഈ ആരോഗ്യമാസികകൾ വായിക്കുന്നത് അങ്ങ് നിർത്താൻ പറഞ്ഞാൽ മതി, അതോടുകൂടി അവളുടെ പ്രശ്നം മാറുമെന്ന്. പുള്ളി പറഞ്ഞതിൻ്റെ ഗ്രൗണ്ട്സ് ഒരു ചെറുതായിട്ടുണ്ട്, മൊത്തം അങ്ങനെയല്ല. ഒരിക്കലും ഇൽനെസ് ആൻസൈറ്റി അതുകൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. എങ്കിലും നമ്മൾക്ക് ഈ ഇൽനെസ് ആൻസൈറ്റി പലപ്പോഴും തുടങ്ങുന്നതിൻ്റെ ഒരു ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ നമ്മൾ ഒരുപാട് സമയം ഇത്തരത്തിലുള്ള ചിന്തകളിൽ മുഴുകി പോവുകയും അതിന് ബേസായിട്ട് എവിടെയെങ്കിലും, ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട്, അത് കേൾക്കുകയും, യൂട്യൂബ് വീഡിയോസ് കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, അതിൻ്റെ പുറകെ പോയി ഗൂഗിളിൽ നോക്കി അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാം ഇങ്ങനെ നോക്കി ആ രോഗത്തെക്കുറിച്ച് വല്ലാതെ, ആ രോഗത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. നമ്മുടെ കുട്ടി 8ാം ക്ലാസ് തൊട്ട് അവൾ ഈ ഒരു കാര്യം ചെയ്യുകയും 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അവൾക്ക് കലശലായിട്ടുള്ള ആ ഒരു ചിന്ത മാത്രം, എനിക്ക് ക്യാൻസർ വരുമോ, വന്നാൽ എത്തരത്തിലുള്ള ക്യാൻസർ ആയിരിക്കും, അത് എത്രത്തോളം ഭീകരതയുണ്ടായിരിക്കും, അതിൻ്റെ മാലിഗ്നൻസി എത്രത്തോളം ഉണ്ടാവും, എനിക്ക് കീമോ വേണ്ടി വരുമോ, ഇങ്ങനെ ഒരു ക്യാൻസർ വന്ന രോഗിയെപ്പോലെ അവൾ ചിന്തകളിൽ മുഴുകുകയും. നിങ്ങൾ മനസ്സിലാക്കണം, +2 ആയപ്പോഴത്തേന് ഈ കുട്ടിക്ക് ത്രോട്ട് ക്യാൻസർ വരികയാണ്.
ആ കുട്ടിയാണ് സർജറി കഴിഞ്ഞിപ്പോൾ വിശ്രമിക്കുന്നത്. നമ്മുടെ അടുത്ത് തെറപ്പിക്കായിട്ട് വന്നത്. +2 ആയപ്പോഴത്തേന് ലിംഫ് നോഡ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് നൊഡ്യൂൾസ് ആകുകയും അത് ഇപ്പോൾ സർജറിക്ക് ശേഷം റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്ന പൊസിഷനിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊരു ഫിസിയോളജിക്കൽ റീസൺ ഒട്ടുമില്ല എന്നല്ല, എല്ലാം തോട്ടുകൊണ്ട് മാത്രം വന്നു എന്നല്ല പറയുന്നത്. നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ചെല്ലാം പറയുന്നത്, പലപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മാറിപ്പോകുന്ന നമ്മളുടെ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി കൊണ്ടും നമ്മളുടെ നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ അത് പലതും നമ്മുടെ ശരീരം തന്നെ ക്യാൻസറസ് ആകാതെ മാറ്റിക്കളയാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ നെഗറ്റീവ് ഇൽനെസ്, ആൻസൈറ്റി, തോട്ട് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സത് വിശ്വസിക്കുകയാണ്, എനിക്ക് ക്യാൻസറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ മാരകമായിട്ടുള്ള രോഗമുണ്ട്, എനിക്ക് ഈ രോഗം വന്നാൽ ഞാൻ എന്താകും എന്ന് ചിന്തിക്കുമ്പോൾ ഈ ചിന്തകളുടെ ഒരു വലിയ എനർജി നമ്മളെ അത് ഉള്ളതുപോലെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷൻ ഏതാണ്, റിയാലിറ്റി ഏതാണെന്ന് തരംതിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കേസ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ തോട്ട്സിന് എന്തുണ്ട്, വലിയ പവറുണ്ട്. നമ്മുടെ വേർഡ്സിനും പവറുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സുകൾക്ക് നിങ്ങൾ അധികം സ്ട്രെസ്സ് കൊടുക്കാതെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ അതിനെ വിടാനായിട്ടുള്ളൊരു സ്ട്രെങ്ത്ത് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു സ്കിൽ സെറ്റാണ്. പക്ഷേ പലപ്പോഴും നമ്മളിന്ന് കാണുന്നത് നെഗറ്റീവ് തോട്ട്സിന് ഓവർ സ്ട്രെസ്സ് കൊടുക്കുകയും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പോസിറ്റീവ് തോട്ട്സിനെ തീരെ പരിഗണിക്കാതെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്താണെന്ന് ചോദിച്ചാൽ ആൻസൈറ്റി, എസ്പെഷ്യലി ഇൽനെസ് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ന്യൂറോട്ടിക് അവസ്ഥകളാണ്. അത്തരത്തിൽ നെഗറ്റീവ് തോട്ട്സിനെ വെറുതെ കളയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, മോർ ഇമ്പോർട്ടൻസ് നെഗറ്റീവ് തോട്ട്സിനാണ് കൊടുക്കുന്നതെങ്കിൽ, ഫ്രം ടുഡേ ഓൺവേഴ്സ് ട്രൈ ടു ചേഞ്ച്, റീസ്ട്രക്ചർ യുവർ തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സിനെ വിട്ട് കളയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടുക. കാരണം നെഗറ്റീവ് തോട്ട്സ് നമ്മളെ രോഗാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും.